ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പരിചയമില്ലാത്ത പല വ്യക്തികളുമായിട്ട് നമ്മൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പല ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അവരുടെ ആ ഒരൊറ്റ സമയത്തേക്ക് വേണ്ടി മാത്രം നമ്മൾ അവരുടെ നമ്പർ എന്ത് ചെയ്യണം, വാട്സപ്പിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കണം. അതായത് കോൺടാക്ട്സിൽ പോയി സേവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. പക്ഷേ അതിന് പകരം നമുക്ക് ഒരൊറ്റ പ്രാവശ്യമൊക്കെ, അതായത് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ നമ്പർ നമ്മുടെ കോൺടാക്ട്സിൽ സേവ് ചെയ്യാതെ തന്നെ എങ്ങനെയാണ് വാട്സപ്പ് വഴി നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് ഫയലുകൾ അയച്ചു കൊടുക്കുന്നത് എന്താണ് നമ്മുടെ പറയുന്നത്. രണ്ട് സെറ്റിംഗ്സ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണും, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ട് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. വാട്സപ്പിൽ പരിചയമില്ലാത്ത വ്യക്തികളുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് രണ്ട് സെറ്റിംഗ്സ് ആണ് ഞാൻ പറയുന്നത്. ഒന്നുകിൽ നമുക്ക് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അവിടെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പേരിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. അതിൽ ഒരു ഫ്രണ്ടിനും കൂടി ആഡ് ചെയ്യുക. അതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആരുമായിട്ടാണോ ചാറ്റ് ചെയ്യേണ്ടത് അവരുടെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി പറഞ്ഞു തരാൻ പോകുന്ന സെറ്റിംഗ്സുകൾ നമുക്ക് അതിൽ ചെയ്ത് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, ഇവിടെ നമുക്ക് എൻ്റെ പേര് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരിലും ഇതേപോലെ തന്നെ ഒരു ഫോൾഡർ ഉണ്ടോ, അല്ലെങ്കിൽ യു എന്നായിരിക്കും കാണിക്കുക. അതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആരുമായിട്ടാണോ ചാറ്റ് ചെയ്യേണ്ടത്, സേവ് ചെയ്യാത്ത നമ്പറിൽ ചാറ്റ് ചെയ്യേണ്ടത്, ആ നമ്പർ ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അത് എൻ്റർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പർ ഇവിടെ താഴെ ഡിസ്പ്ലേ ആയി വരും അല്ലേ. അതിൻ്റെ മേലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ് വിത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെ കോൾ ഓൺ വാട്സപ്പ് ഉണ്ട്, പിന്നെ ആഡ് ടു കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവരുമായിട്ട് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ചാറ്റ് വിത്ത് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുവഴി നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കോൾ ചെയ്യണമെങ്കിൽ അവരുമായിട്ട് കോൾ ചെയ്യാൻ പറ്റും. ഇത് ഒന്നാമത്തെ ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് ആ വ്യക്തികളുമായിട്ട് താഴെ ഇവിടെ ഞാനൊരു ജസ്റ്റ് ഒരു മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഹൈ ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. ജസ്റ്റ് ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന മെസ്സേജ് അവർക്ക് പോകും. നമ്പറൊന്നും നമുക്ക് കോൺടാക്ട്സിൽ സേവ് ചെയ്തിട്ട് കോൺടാക്ട്സ് ഫുൾ ആവേണ്ട ആവശ്യമില്ല. അനാവശ്യമായിട്ട് ഒരൊറ്റ പ്രാവശ്യത്തേക്ക് വേണ്ടിയിട്ടല്ലേ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ചാറ്റിൻ്റെ ഓപ്ഷൻ കാണുന്നില്ലേ, ആ ചാറ്റിൻ്റെ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ സെലക്ട് കോൺടാക്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ആ സെർച്ച് ബട്ടണിൽ നമ്മൾ ഏത് വ്യക്തിയുമായിട്ടാണോ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യേണ്ടത് അവരുടെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ പറഞ്ഞ വ്യക്തികൾക്ക് വാട്സപ്പ് നമ്പർ ഉണ്ടാവണം എന്നുള്ള കാര്യം നിർബന്ധമാണ് കേട്ടോ. അപ്പം നമ്മൾ ആ നമ്പർ ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കണ്ടില്ലേ, ആ നമ്പർ ഇവിടെ വാട്സപ്പുള്ള ആളായതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ വ്യക്തികളുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് അവരെ എന്ത് മെസ്സേജാണോ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഈ രീതിയിൽ രണ്ട് സെറ്റിങ്സുകൾ വഴിയും രണ്ട് ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത വ്യക്തികളുടെ നമ്പർ ഫോണിൽ സേവ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളുടെ നമ്പർ കോൺടാക്ട്സിൽ സേവ് ചെയ്യാതെ തന്നെ, എന്നിട്ട് വെറുതെ കോൺടാക്ട്സ് നിറഞ്ഞു പോകല്ലേ ഉള്ളൂ, അത് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനും ഇതുപോലുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാ ദിവസവും നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള ഹൈലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.